നമസ്കാരം. ജാപ്പനീസ് ജനപ്രിയ ഇരുചക്ര വാഹന ബ്രാൻഡായ യമഹ തങ്ങളുടെ പ്രശസ്ത സ്കൂട്ടറായ എയറോക്സിന്റെ പുതിയ വകഭേദം എയറോക്സ് ആൽഫ അവതരിപ്പിച്ചിരിക്കുകയാണ്. മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ആകർഷവും വിപുലമായ അപ്ഡേറ്റുകളോടെയാണ് പുതിയ സ്കൂട്ടർ എത്തിയിരിക്കുന്നത്. നിരവധി നൂതന സവിശേഷതകളോടെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. പുതിയ എയറോക്സ് ആൽഫയുടെ മുന്നിലും പിന്നിലും ഡിസൈൻ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഷാർപ്പായ ബോഡി പാനലുകളാണ് നൽകിയിട്ടുള്ളത്. ഇത് സ്പോർട്ടി ലുക്കാണ് നൽകുന്നത്. ഇരട്ട LED പ്രൊജക്ടർ ലൈറ്റുകളുമുണ്ട്. മികച്ച പ്രകാശവും മികച്ച രൂപവും നൽകുന്നതാണ്. സംയോജിത ടേൺ സിഗ്നലുകൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പുതിയ LED ടെയിൽ ലൈറ്റുകൾ തികച്ചും സ്റ്റൈലിഷും ആകർഷകവുമാണ്. എയറോക്സ് ആൽഫയിൽ ഫീച്ചറുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ യമഹ ചേർത്തിട്ടുണ്ട്. ഇതിന് വേറിട്ട TFT സ്ക്രീനാണ് നൽകിയിട്ടുള്ളത്. ഇത് റൈഡിംഗ് വിശദാംശങ്ങളെ കാണിക്കുന്നതാണ്. ഇത് കൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ലഭ്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ആപ്പ് വഴി ബന്ധിപ്പിക്കാനും സാധിക്കും. ടേൺ ബൈ ടേൺ നാവിഗേഷനും ഇത് പിന്തുണയ്ക്കുന്നുണ്ട്. ഒന്നിലധികം റൈഡിംഗ് മോഡുകളും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മികച്ച സുരക്ഷയും റൈഡിംഗ് അനുഭവവും നൽകുന്ന ട്രാക്ഷൻ കൺട്രോൾ സംവിധാനവും ഇതിൽ ലഭ്യമാണ്. എയറോക്സ് ആൽഫയ്ക്ക് 155 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഉള്ളത്. ഈ എഞ്ചിൻ 15 bhp പവറും 14 Nm ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമാണ്. പുതിയ സാങ്കേതിക അപ്ഡേറ്റുകൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൈഡിംഗ് ആക്സിലറേഷൻ മോഡുകൾക്കിടയിൽ നിന്ന് എളുപ്പത്തിൽ മാറാനാകും. 8000 RPM-ൽ 14 Nm-ൽ ടോർക്ക് ഫിഗർ സമാനമാണ്. റൈഡിംഗ് ആക്സിലറേഷൻ മോഡുകൾക്കിടയിൽ മാറാൻ റൈഡറിനെ അനുവദിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് CVT അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്തോനേഷ്യയിലാണ് ഈ പുതിയ മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും അടുത്ത വർഷം ഈ സ്കൂട്ടറിനെ കമ്പനി ഇന്ത്യയിലും അവതരിപ്പിച്ചേക്കും. ഇന്ത്യയിൽ എത്തിയാൽ യമഹയുടെ നിരയിലെ ഏറ്റവും വില കൂടിയ എയറോക്സ് മോഡലായിരിക്കും എയറോക്സ് ആൽഫ. അങ്ങനെയാണെങ്കിൽ എയറോക്സ് ആൽഫ ലൈനപ്പിലെ ഏറ്റവും ചെലവേറിയ എയറോക്സ് പതിപ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എയറോക്സ് ആൽഫയ്ക്ക് മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ ഡുവൽ ഷോക്ക് അബ്സോർബറുമുണ്ട്. ഇത് അലോയ് വീലുകളിൽ സഞ്ചരിക്കുകയും രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകൾ നേടുകയും ചെയ്യുന്നതാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ട്രാക്ഷൻ കൺട്രോളർ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്നിവയുള്ള TFT ഇൻസ്ട്രുമെന്റ് കൺസോൾ എയറോക്സ് ആൽഫയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ലഭ്യമായ സ്റ്റാൻഡേർഡ് പതിപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ ആക്രമണാത്മക രൂപകൽപ്പനയാണ് എയറോക്സ് ആൽഫയുടെ സവിശേഷത. സംയോജിത ടേൺ സിഗ്നലുകളുള്ള ഡുവൽ LED ഹെഡ്ലാമ്പുകളും പുതിയ LED ടെയിൽ ലൈറ്റിനൊപ്പം പുനർനിർമ്മിച്ച പിൻഭാഗവും ഇതിലുണ്ട്. മാക്സി സ്കൂട്ടർ 7 ശ്രദ്ധേയമായ കളർ കോമ്പിനേഷനുകളിൽ ലഭ്യമാണ്.